8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. കെഎസ്ആർടിസിയിൽ അർഹരായവർക്കെല്ലാം പ്രമോഷൻ നൽകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മലപ്പുറം കെഎസ്ആർടിസി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ AL2 ബ്ലോക്കും 2ാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നെ പുതിയ വണ്ടികൾ ഡീസൽ മൈലേജ് കൂടുതൽ തരുന്ന വണ്ടികളാണ്. സാധാരണ 3 കിലോമീറ്റർ തരുന്ന സ്ഥലത്ത് ഇപ്പോൾ 4, 4.5, 5 തരുന്ന വണ്ടികളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ചെറിയ ബസ്സുകളൊക്കെ 7 കിലോമീറ്റർ വരെ മൈലേജ് തരുന്നുണ്ട്. അങ്ങനെ തരുമ്പോൾ വലിയ ഒരു തുകയിൽ വ്യത്യാസം വരും. പിന്നെ എല്ലാ പെട്രോൾ പമ്പുകളും KSRTCയിലെ പമ്പുകളെല്ലാം പിന്നെ നമ്മളൊരു ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട്. അപ്പോൾ ഒരു തുള്ളി ഡീസൽ, 1 ലിറ്റർ ഡീസൽ ഇവിടെ അടിച്ചാൽ KSRTC MDക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ 1 ലിറ്റർ ഡീസൽ അടിച്ചു. അപ്പോൾ ഏത് ഡ്രൈവറാണ് കൂടുതൽ ഡീസൽ എടുക്കുന്നത്? ഡ്രൈവർ മാറിയാലും ഡീസൽ മൈലേജ് കുറഞ്ഞു എന്ന് കണ്ടാൽ വണ്ടിയുടെ കുഴപ്പമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ആ വണ്ടിയെ പരിഹരിക്കും. പരമാവധി വണ്ടികളിപ്പോൾ ഒരു ഡ്രൈവാണ്. പുക തുപ്പുന്ന വണ്ടികളെല്ലാം പിടിച്ച് പണിതിറക്കുക എന്നുള്ളതാണ്. 1400 വണ്ടി, ഞാൻ മന്ത്രിയും പ്രമോദ് ശങ്കർ CMD ആയിട്ട് വരുമ്പോൾ 1450 വണ്ടി വരെ ഒരു ദിവസം ഷെഡിൽ കിടക്കായിരുന്നു. ഇപ്പോൾ പരമാവധി കിടക്കുന്നത് 450, 420, 430, ഇങ്ങനെ അത്രയും വണ്ടി മാത്രമേ അകത്തുള്ളൂ. ബാക്കി മൊത്തം വെളിയിലുണ്ട്. നിങ്ങളിപ്പോൾ റോഡിൽ പോയി കഴിഞ്ഞാൽ പണ്ട് KSRTC ബസ് വല്ലപ്പോഴും കാണാൻ പറ്റും, ഇപ്പോൾ എപ്പോഴും കാണാം. എല്ലാത്തിനും ആളുമുണ്ട്. കാരണം ജനങ്ങളെ ആകർഷിച്ചത് നമ്മളൊരു നല്ല കാര്യത്തിലൂടെയാണ്. കാരണം ജനങ്ങളെ ആകർഷിച്ചത് നല്ല ഹോട്ടലുകളിൽ അക്രഡിറ്റ് ചെയ്തു. അതായത് നമ്മൾ റെസ്റ്റോറൻറ്റ് പണിയാൻ നോക്കിയിട്ട് സമ്മതിക്കില്ല, നമ്മൾ ക്യാൻറ്റീൻ കൊടുക്കാൻ സമ്മതിക്കില്ല, കുഴപ്പങ്ങളുണ്ടാക്കണം. അതുകൊണ്ട് റോഡ് സൈഡിലുള്ള നല്ല റെസ്റ്റോറൻറ്റുകളിൽ 2 വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിൽ ലേഡീസിന് 2 ടോയ്ലറ്റും ജെൻസിന് 2 ടോയ്ലറ്റും നല്ല ഹൈജീനിക് കണ്ടീഷൻ ആണെങ്കിൽ നമ്മുടെ ഒരു കമ്മിറ്റി പോയി പരിശോധിക്കും. ഈ കമ്മിറ്റി പോയി പരിശോധിച്ച് ഫിക്സ് ചെയ്താലും ഓരോ 3 മാസം കൂടുമ്പോഴും ഈ കമ്മിറ്റി വീണ്ടും ഹോട്ടലുകൾ പരിശോധിക്കും. പരിശോധിച്ചിട്ട് നല്ല ഫുഡ് കൊടുക്കുന്ന നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അവിടെ വേറെ ഒന്നുമില്ല, ഞങ്ങൾക്കൊരു പൈസയും തരണ്ട, ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അവർ നിർത്തി കൊടുക്കും. അത് പണ്ടൊരു രഹസ്യ പരിപാടിയായിരുന്നു, അത് ഞങ്ങൾ പരസ്യമാക്കി. അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. രഹസ്യമായിട്ട് കള്ളത്തരം കാണിക്കുന്നതിനേക്കാൾ നല്ലത് സത്യസന്ധമായിട്ട് പറയാം, ഡ്രൈവറും കണ്ടക്ടർക്കും ഫുഡ് കൊടുക്കുക നിങ്ങൾ ഫ്രീ ആയിട്ട്. വേറെ KSRTCക്ക് ഒന്നും തരണ്ട, ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി. കാരണം വണ്ടി എവിടെ വന്നു എന്നറിയാൻ വേണ്ടി മാത്രം. അപ്പം ജീവനക്കാരെ സംബന്ധിച്ച് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. ഒരുവിധം ആൾക്കാർക്കെല്ലാം പ്രൊമോഷൻ തന്നിട്ടേ ഞാൻ ഇലക്ഷനിലേക്ക് പോകുള്ളൂ എന്ന് ജീവനക്കാർക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കെല്ലാം പ്രൊമോഷൻ പ്രതീക്ഷിക്കാം. മെക്കാനിക്കൽ വിഭാഗത്തിലും കണ്ടക്ടർ, ഡ്രൈവർ എല്ലാവരും ഒരു പ്രൊമോഷൻ്റെ സാധ്യതകൾ ഞാൻ തരും. അതിനുള്ള തീരുമാനം ഇന്ന് രാവിലെ മലപ്പുറത്ത് വെച്ച് ഞാൻ CMDക്ക് കൊടുത്തു കഴിഞ്ഞു. നാളെയോ മറ്റന്നാളോ അദ്ദേഹം അതിൻ്റെ ഉത്തരവ് പുറത്തിടിയിക്കും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. പിന്നെ ശമ്പളം വർദ്ധിപ്പിച്ചതിനൊക്കെ ആഗ്രഹമുണ്ട്, DA കൂട്ടി തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി അങ്ങനെ മെച്ചപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ മാസമൊക്കെ ഏതാണ്ട് 134 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ഓടി നിൽക്കുകയാണ്. അപ്പോൾ ശമ്പളം സർക്കാർ തരുന്ന പൈസ കൂടി ചേർത്തുകൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അത് കിട്ടാൻ താമസിക്കുമ്പോൾ നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് ഭയങ്കരമാണ്, അതിന് പലിശ ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ടാണ് പല ചെലവുകളും വെട്ടി കുറയ്ക്കുന്നത്. ചടങ്ങിൽ P. ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. 4 നിലകളിലെയും സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്കുകൾ, ഫയർ ആൻഡ് സേഫ്റ്റി പ്രവൃത്തികൾ, ജീവനക്കാർക്കും യാത്രക്കാർക്കുമുള്ള വിവിധ സൌകര്യങ്ങൾ, 1ാം നിലയിലെ ടൈൽ, പെയിന്റിംഗ് വർക്കുകൾ, പടിഞ്ഞാറ് വശത്തെ മണ്ണ് നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും നിർമ്മാണം, പേ പാർക്കിംഗ് സൌകര്യങ്ങൾ, മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം എന്നിവയാണ് 2ാം ഘട്ടത്തിൽ പൂർത്തീകരിക്കുക. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റനീഷ, KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് റജുല പെലത്തൊടി, നഗരസഭാ വൈസ് ചെയർമാൻ ജിതേഷ് G. അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ, 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.